ആത്മഹത്യ ചെയ്ത എൻ.എം. വിജയന്റെ സാമ്പത്തിക ബാധ്യത തീർത്ത് KPCC. ബത്തേരി ബാങ്കിലെ കുടിശ്ശികയാണ് KPCC അടച്ചത്. ആർ റോഷിപാൽ നമുക്കൊപ്പം ചേരുന്നു. ആർ റോഷിപാൽ, എൻ.എം. വിജയന്റെ ബാധ്യതകൾ തീർക്കാൻ പ്രിയങ്ക ഗാന്ധി വന്നതിന് ശേഷമുള്ള ഇടപെടലിന് ശേഷം കർശന നിർദ്ദേശം ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കുടിശ്ശിക പൂർണ്ണമായും തീർത്തു. സുജയ, KPCC നേതൃത്വമാണ് ഇക്കാര്യം അറിയിച്ചത്. എൻ വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് കുടുംബം പൂർണ്ണമായും കോൺഗ്രസ് നേതൃത്വം കൈവിട്ടു എന്ന തരത്തിൽ പരാതി ഉന്നയിച്ചതാണ്. പരസ്യമായി തന്നെ പരാതി ഉന്നയിക്കുകയും അത് മുഖ്യമന്ത്രിയെ അടക്കം സമീപിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തതാണ്. അങ്ങനെയാണ് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി എത്തുകയും പ്രിയങ്ക ഗാന്ധിയുടെ ഇടപെടലിന് പിന്നാലെയാണ് ഇപ്പോൾ KPCC നേതൃത്വം ഈ ബാങ്കിലെ കുടിശ്ശിക മുഴുവൻ അടച്ചു തീർത്തു എന്നാണ്. 2 ബാങ്കുകളിലായാണ് എൻ വിജയന് സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നത്. ആ 2 ബാങ്കിലെയും കുടിശ്ശിക അടച്ചു തീർത്തു എന്ന വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭിക്കണം. ടി സിദ്ദിഖിനാണ് ഇതിന്റെ ഏകോപിപ്പിക്കാനുള്ള ചുമതല നൽകിയിരുന്നത്. നേരത്തെ ടി സിദ്ദിഖും IC ബാലകൃഷ്ണൻ അടക്കമുള്ള അതായത് റോഷിപാൽ 60 ലക്ഷത്തോളം രൂപ കുടിശ്ശികയുണ്ടായിരുന്നു എന്നാണ് ആദ്യഘട്ടത്തിൽ കേട്ടത്. അത് വിവിധ ഇടങ്ങളിലായിട്ടുള്ള ഈ ആധാരം എടുത്ത് നൽകണം എന്നൊക്കെ മരുമകൾ പത്മജ വന്ന് പറയുന്നത് നമ്മൾ കണ്ടതാണ്. പത്മജ ചൂണ്ടിക്കാട്ടിയ എല്ലാ ബാധ്യതകളും ഇപ്പോൾ KPCC തീർത്തിട്ടുണ്ടോ? സുജയ, ഇക്കാര്യത്തിൽ വ്യക്തത വരണം. സഹകരണ ബാങ്കിൽ മാത്രമാണ് ഏതാണ്ട് 60 ലക്ഷത്തോളം. മറ്റൊരു സ്വകാര്യ ബാങ്കിലും കൂടെ സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു, കുടിശ്ശിക അടക്കം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഇതടക്കം അടച്ചു തീർത്തോ എന്ന കാര്യത്തിൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ഏതായാലും ടി സിദ്ദിഖാണ് ഇതൊക്കെ ഏകോപിപ്പിച്ചതെന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും വിജയന്റെ മുഴുവൻ സാമ്പത്തിക ബാധ്യതയും കോൺഗ്രസ് ഏറ്റെടുത്തതാണ്. അത് അടച്ചു തീർക്കുമെന്ന് കുടുംബത്തിന് വാഗ്ദാനം നൽകിയതുമാണ്. കുറേയൊക്കെ സാമ്പത്തിക ബാധ്യത നേരത്തെ തീർത്തതാണ്. പിന്നീട് കോൺഗ്രസ് നേതൃത്വം അക്കാര്യത്തിൽ സഹകരിച്ചില്ല എന്ന ഒരു പരാതി പത്മജ ഉൾപ്പെടെ പരസ്യമായി തന്നെ ഉന്നയിച്ചാണ്. അത് കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ പ്രതിസന്ധി ഉണ്ടാവുകയും ചെയ്തു. മാത്രവുമല്ല, അത് പരാതിയായി നിയമപരമായ നടപടികളിലേക്ക് അടക്കം കടുത്ത രീതിയിൽ ആക്ഷേപങ്ങളായി ഉയർത്തി അവിടെ പ്രാദേശികമായ അടക്കം വലിയ പ്രശ്നങ്ങളിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തുന്ന സാഹചര്യം ഒരുങ്ങിയതോടെയാണ് പ്രിയങ്ക ഗാന്ധി MP കൂടിയായ പ്രിയങ്ക ഗാന്ധി അവിടെ വയനാട്ടിൽ എത്തിയ സമയത്ത് വിഷയത്തിൽ ഇടപെട്ടത്. കോൺഗ്രസ് നേതാക്കളുമായൊക്കെ സംസാരിച്ചാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി യോഗം വിളിച്ചു ചേർക്കാനുള്ള നിർദ്ദേശം KPCക്ക് നൽകുകയും KPC അധ്യക്ഷനും KC വേണുഗോപാൽ അടക്കം ഈ യോഗത്തിൽ പങ്കെടുത്ത് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയതാണ്. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ എൻ വിജയന്റെ സാമ്പത്തിക ബാധ്യത, ബാങ്കിലെ സാമ്പത്തിക ബാധ്യത അടക്കം അടച്ചു തീർത്തിരിക്കുന്നത്. സുജയ, റോഷിപാൽ, ഇക്കാര്യത്തിൽ ബാങ്കിൽ KPCC നേരിട്ട്, അതായത് ടി സിദ്ദിഖ് നേരിട്ട് ഈ തുക അടയ്ക്കുകയായിരുന്നു. പത്മജയൊക്കെ കൂടെ ഉണ്ടായിരുന്നു. കുടുംബവുമായി ഈ കാര്യങ്ങളിൽ ആശയവിനിമയം കൃത്യമായി നടന്നോ? പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയെ കാണാനും ഒക്കെ പോകുന്ന രീതിയിൽ മറ്റ് തരത്തിൽ പത്മജയുടെ നീക്കങ്ങൾ അത് വലിയ ബുദ്ധിമുട്ടാകും എന്ന ഒരു തിരിച്ചറിവിന്റെ കൂടി അടിസ്ഥാനത്തിലാണോ ഇപ്പോൾ ബാധ്യതകൾ പെട്ടെന്ന് തീർത്തിരിക്കുന്നത്? സുജയ, തീർച്ചയായും അവിടെ ഒന്നിൽ കൂടുതൽ പ്രശ്നങ്ങൾ കോൺഗ്രസിന് ഉണ്ടായി. അതിൽ പൂർണ്ണമായും കോൺഗ്രസ് നേതൃത്വം വയനാട്ടിൽ പ്രതിരോധത്തിലായതാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് എൻ വിജയന്റെ കുടുംബം കൂടി പാർട്ടി നേതൃത്വത്തിനെതിരെ, നേതാക്കൾക്കെതിരെ കടുത്ത ആരോപണങ്ങളായി രംഗത്ത് വന്നപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ KPCC നേതൃത്വം ഇടപെട്ട പ്രശ്നപരിഹാരത്തിന് തീരുമാനമെടുത്തത്. കാരണം ഇനിയും വൈകി കഴിഞ്ഞാൽ അത് തദ്ദേശ തെരഞ്ഞെടുപ്പിനൊക്കെ ബാധിക്കുമെന്ന ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വളരെ പെട്ടെന്ന് തന്നെ ഈ കുടിശ്ശിക തീർക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. എൻ വിജയന്റെ കുടുംബവുമായിട്ടൊക്കെ ആശയവിനിമയം നടത്തിയതാണ് കോൺഗ്രസ് നേതൃത്വം. നേരത്തെ പലവട്ടം വാഗ്ദാനങ്ങളൊക്കെ, ഈ പ്രശ്നങ്ങളൊക്കെ തീർക്കും, സാമ്പത്തിക ബാധ്യത പാർട്ടി ഏറ്റെടുത്തിരിക്കുന്നു എന്നടക്കമുള്ള വാഗ്ദാനം നൽകിയെങ്കിലും അത് പൂർണ്ണമായും അടച്ചു തീർക്കാൻ സാധിച്ചിരുന്നില്ല. അതാണ് പരാതിയാവുകയും ആ കുടുംബത്തിന് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് അവർ തന്നെ പരസ്യമായി പറയുകയും ചെയ്തത്. പക്ഷേ പിന്നീട് പാർട്ടി നേതൃത്വം മുതിർന്ന നേതാക്കൾ അടക്കം ഇടപെട്ടുകൊണ്ട് പ്രശ്നപരിഹാരത്തിന് ശ്രമിച്ചു. ഒടുവിൽ കുടുംബം പറഞ്ഞതുപോലെ എൻ വിജയന്റെ ബാങ്കിലെ സാമ്പത്തിക ബാധ്യത